അൻപോടെ 50 നാൾ ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. വരാന്ത. അടുത്തിടെ എൻ്റെ ഒരു ബന്ധുവായ അമ്മ ഇവിടെ ലിസി ഹോസ്പിറ്റലിൽ ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കെത്തി. മക്കളും കൊച്ചുമക്കളും ആകുലതയുടെ അങ്ങേത്തലയ്ക്കലാണ്. പക്ഷെ അമ്മ വളരെ കൂളാണ്. അവർക്ക് വേളാങ്കണ്ണി മാതാവാണ് കൂട്ടുകൂടി അവർ വേളാങ്കണ്ണിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങി ലോഡ്ജ് വെച്ച് മറ്റ് സൗകര്യങ്ങളൊരുക്കി എന്നും അമ്മയെ വേളാങ്കണ്ണി മാതാവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയാണ്. അവർ ICUയിൽ കിടക്കുമ്പോഴും നഴ്സുമാർക്ക് തൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് വേളാങ്കണ്ണി പോകുന്നുണ്ടെങ്കിൽ വിളിക്കണമെന്ന് മാർക്കറ്റ് ചെയ്യുന്ന കൂളായ അമ്മ. പക്ഷെ മക്കൾ പുറത്തെ വരാന്തയിൽ ആകുലപ്പെട്ട് നടക്കുകയാണ്. എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? മുറിയിലിരുന്നു കൂടെ എന്തേലും ആവശ്യം വന്നാൽ നഴ്സുമാർ വിളിച്ചോളും ഫോണിലേക്ക്. ശരിയാവില്ല. ഒരു മക്കൾക്കും ഇത് ശരിയാവുന്നില്ല. അവർ കൂനി പിടിച്ചിരിക്കുന്നു, കൊന്തയിരുട്ടുന്നു, ഒരു വിളി കേൾക്കാൻ കാത്തിരിക്കുന്നു. മടുപ്പിൻ്റെയും ആകുലതകളുടെയും ഈ ആശുപത്രി വരാന്തകളാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും തീവ്ര ഇടം. സ്നേഹം അളക്കാൻ ഉപകരണമുണ്ടെങ്കിൽ പാർട്ടിയിലോ ആഘോഷങ്ങളിലോ യാത്രയിലോ ഭക്ഷണത്തിലോ എന്തിന് ബെഡ്റൂമുകളിൽ പോലുമല്ല സ്നേഹമാപിനി ഉയരെ നിൽക്കുന്നത്. അത് വരാന്തകളിലാണ്, ആശുപത്രി വരാന്തകളിൽ. കൂട്ടിരിപ്പിൻ്റെ ഉറങ്ങാത്ത രാവുകളിലാണ് സ്നേഹം നിറവായി നിറയുന്നത്. ഗത്സിമനിലെ ചോര വിയർത്ത അത്തിമരങ്ങൾക്കിടയിൽ ഈശോ ഈ സ്നേഹം അന്വേഷിക്കുന്നുണ്ട്. ഹൃദയം പൊട്ടി ഈശോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനോടും കെഞ്ചുന്നുണ്ട്. 1 മണിക്കൂർ നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്കാവുന്നില്ലേ? മനുഷ്യൻ്റെ വിയർപ്പിൽ, കണ്ണീരിൽ, ചോരയിൽ, രോഗത്തിൽ, മരണത്തിൽ കൂട്ടിരിക്കാത്ത സ്നേഹം ഫേക്കാണ്. സ്നേഹം വരാന്തയിൽ കൂട്ടിരിക്കുന്നു.